നമ്മളുടെ വീട്ടിൽ പെയിൻറ് പണി ഇത് അവസാന ഘട്ടത്തിലെത്തി കഴിഞ്ഞു. ഇപ്പോൾ കിച്ചണിലാണ് വർക്ക് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കിച്ചൺ ഇതാ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടോ. ഇത് നമ്മളുടെ വീടിൻ്റെ ബാക്കിലുള്ളൊരു സ്ഥലമാണ്, സൈഡിലുള്ള ഒരു ഓപ്പൺ കിച്ചൺ. ഇതൊക്കെ നമ്മൾ വർക്കിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കിയ സാധനങ്ങളൊക്കെയാണ്. ഇതിൽ കുറച്ചൊക്കെ കഴുകിയെടുക്കും, ബാക്കിയൊക്കെ നമ്മൾ ഒഴിവാക്കും. നമ്മുടെ കിച്ചൺ പൊളിച്ചു, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ നിൽക്കുന്നത്. ഇത് ഫെറോസിമിൻ്റെ പാർട്ടീഷനൊക്കെ നല്ലതായിരുന്നു. പിന്നെ എന്താ ചെയ്യുക, എന്തായാലും പുതിയതാക്കുമ്പോൾ നമ്മളെല്ലാം മൊത്തത്തിൽ പുതിയതാക്കാമെന്ന് വിചാരിച്ചാൽ എല്ലാം പൊളിച്ചു. ഇപ്പോൾ ഇന്ന് രാവിലെ 5:45 എണീറ്റ് ഞാൻ ഇവിടെ വന്ന് അടുപ്പൊക്കെ കത്തിച്ചു. അടുപ്പ് കത്തിക്കാൻ കുറച്ച് സമയം, അതും ഒരു ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി പെട്രോൾ ഡീസലൊക്കെ ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കത്തും. പിന്നെ ഇത്ര സാധനങ്ങൾ മാത്രമാണ് ശരിക്കും ഒരു കിച്ചണിലേക്ക് ആവശ്യമുള്ളത്. നമ്മുടെ എണ്ണ, മസാലപ്പൊടി, ഇങ്ങനത്തെ ഒരു സാധനം, പിന്നെ പഞ്ചസാര, കാപ്പിപ്പൊടി ഇതൊക്കെ കൂടെ ഉണ്ട്. കുറച്ച് പാത്രങ്ങൾ, കുറച്ച് കയ്യിലുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മിക്സി വേണം. മിക്സി ഞാൻ അമ്മയുടെ മുകളിൽ കയറ്റി വെച്ചു, കാരണം അവരെന്തായാലും ബന്ധുക്കളാണല്ലോ. പിന്നെ ഇത് ഇന്നലത്തെ പഴങ്കഞ്ഞിയാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കുടിക്കും. പിന്നെ ഇതൊക്കെ നമുക്ക് അടുപ്പത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ചു. ഇത് സാജിദിൻ്റെ മുട്ട സൈഡ് അടുപ്പിൽ പഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇത് പണിക്കാർക്ക് 10 മണിക്ക് കൊടുക്കാനുള്ള ചായ. ഞാൻ ഇന്നലെ തിളപ്പിച്ച പാലാണ്, ഒരു ഗ്ലാസ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതിന് മെല്ലെ എങ്ങനെയും കുടിക്കണം. ഇന്നിപ്പോൾ ഈ രാവിലെ ഈവ 6:30 സ്കൂളിൽ പോയി. അവൾ എന്നും ഗോതമ്പിൻ്റെ അവലും പാലുമാണ് കഴിക്കുന്നത്. എമി പിന്നെ ഇന്നലത്തെ മന്തി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് കഴിച്ചു. ശരിക്കും നമുക്കൊരു കിച്ചൺ എന്ന് പറയുമ്പോൾ ഇത്ര കുറച്ച് സ്ഥലങ്ങളെ ആവശ്യമുള്ളൂ കേട്ടോ. പച്ചക്കറിക്കാൻ താഴെ വെച്ചു. പിന്നെ ഈ കിച്ചൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടും ഈ ഭാഗത്തു നിന്ന് നല്ല കാറ്റായതുകൊണ്ടും ഇവിടെ ചൂടെടുക്കില്ല. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഫുൾ പരിപാടി ഇവിടെ നമ്മൾ ചെയ്യാറില്ല. പക്ഷേ നമ്മളിവിടെ അച്ചാറുണ്ടാക്കുക, അല്ലെങ്കിൽ ബിരിയാണി, മന്തി, പിന്നെ പട്ടിക്ക് ചോറ് വെക്കുന്ന, പട്ടിയുടെ ഇറച്ചി വെക്കുന്നതൊക്കെ ഇവിടെയാണ്. ഇതിപ്പോൾ ഉമ്മ പാറ്റി ചെയ്തതാട്ടോ ഈ ആലുവടുപ്പ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക്, ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിക്കായിരുന്നു, കാരണം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഫുൾ ഒരു ടെൻഷനാണ്, ജോലി അത് ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഒരു വീട്ടിൽ കിച്ചണിൽ പണിയെടുക്കുന്ന ഒന്നും അറിയണ്ട, ഭയങ്കര എൻജോയ് ചെയ്ത് നമുക്ക് ചെയ്യാനും പറ്റും. പക്ഷെ അതൊരു പ്രൊഡക്റ്റീവായിട്ട് ജോലിയൊന്നുമല്ല, പക്ഷേ ഇടയ്ക്ക് നമുക്ക് അങ്ങനെയും ജീവിക്കാം. കുറച്ച് റിലാക്സ് ചെയ്തിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി സമാധാനമായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ അങ്ങനത്തെ ഒരു മൂഡിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഏകദേശം കുറച്ച് പണിയൊക്കെ ആയി. ഉച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ ഞാനിനി ഒന്ന് പോയിട്ട് പഠിക്കട്ടെ, പരീക്ഷയാണ് മൺഡേ.